എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുംഭമേള നടക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ, അതായത് ജനുവരി 13 തൊട്ട് ഫെബ്രുവരി 26 വരെയാണ് ഇത്തവണത്തെ കുംഭമേള നടക്കുന്നത്. ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലെ ഏകദേശം 56 ഏക്കർ ഭൂമിയിലാണ് കുംഭമേള നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ അഖാഡ പരിഷത്ത്, ഇതൊരു സന്യാസി സമൂഹത്തിൻ്റെ ഒരു അപ്പെക്സ് ബോഡിയാണ് കേട്ടോ. ഇവർ 2 വർഷം മുന്നേ തന്നെ യോഗി ആദിത്യനാഥിനെ കാണുകയും അവർ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഏകദേശം ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് കുംഭമേളയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2023 സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയും 40 കോടി ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അത്രയും പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ഒരുപാട് സൗകര്യങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം, റോഡ്, അത് ഇത് എല്ലാ സൗകര്യങ്ങളും വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് 2023 തന്നെ യോഗി ആദിത്യനാഥ്, രണ്ടാം യോഗി ആദിത്യനാഥ് സർക്കാർ അധികാരം ഏറ്റെടുത്ത് അടുത്ത വർഷം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ വർഷം തന്നെ 2023 ഈ ഓൾ ഇന്ത്യ അഖാഡ പരിഷത്ത്, ഈ സന്യാസി സമൂഹത്തിൻ്റെ അപ്പെക്സ് ബോഡി യോഗി ആദിത്യനാഥിനെ കാണുകയും ഒരാവശ്യം മുന്നോട്ട് വെച്ചു. ഈ കുംഭമേള നടക്കുമ്പോൾ, പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുമ്പോൾ അവിടെ മുസ്ലിം സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് ശരിക്കും കുരുപൊട്ടും കേട്ടോ. ഇതെന്താ ഒരു മറ്റു മതസ്ഥർ പങ്കെടുത്താൽ എന്താ പറ്റുമെന്നൊക്കെ കുരുപൊട്ടും ചില ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ കുരുപൊട്ടുന്നവരോട് ഒരു കാര്യം പറയാനുണ്ട്. ശരിക്കും അവരുടെ മുസ്ലിങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ മക്ക എന്ന് പറയുന്ന സ്ഥലം. മക്കയുടെ 500 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് ഒരു മുസ്ലിമിന് പ്രവേശനം. നോക്കിക്കേ. അപ്പോൾ ഈ കുരുപൊട്ടുന്ന ആൾക്കാർ ആദ്യം ഈ മക്കയിലെ മറ്റു മതസ്ഥർ അറ്റ്ലീസ്റ്റ് ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ഒരു മറ്റു മതസ്ഥരെ കയറ്റി കാണിക്കുക. എന്നിട്ടാവാം ഈ കുംഭമേളയിൽ മുസ്ലിമിന് പ്രവേശനത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ അഖാഡ പരിഷത്ത് മുന്നോട്ട് വെച്ച ആവശ്യം യോഗി തത്വത്തിൽ അംഗീകരിച്ചു. അതായത് അവർ അത്രയും പവർഫുള്ളാണ്. അവർ എങ്ങനെ ഇത്രയും പവർഫുള്ളായെന്ന് ഒരു ഐഡിയ ഉണ്ട്. അതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യയിൽ ആര് ഭരിച്ചു കഴിഞ്ഞാലും അവരൊരു ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഗവൺമെൻറ്, ആ ഭരണാധികാരി നടത്തി കൊടുക്കും. അവർക്ക് മറിച്ചൊരക്ഷരം പറയാൻ പറ്റില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഈ കുംഭമേള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. ഈ 3 നദി സംഗമിക്കുന്ന സ്ഥലത്ത് അവിടെ കുളിക്കുക, ആ സമയത്ത് കുളിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ഈ മതപരമായ ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് അന്യമതസ്ഥര കാര്യങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ ഹലാൽ എന്ന് പറയുന്ന കാര്യം, ഇപ്പോൾ നമ്മുടെ ശബരിമലയിലെ അരവണ പായസം, അത് ഹിന്ദു ആചാരപ്രകാരം ഉണ്ടാക്കുന്നതാണ്. അത് ഇവിടുത്തെ ഒരു മുസ്ലിം കഴിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹിന്ദുക്കളുടെ ഹലാലായ സാധനം ഈ മുസ്ലിം ആൾക്കാർക്ക് ഹറാമാണ്. അതുപോലെ അമ്പലപ്പുഴ പാൽപ്പായസം, അതും ഹിന്ദു വിശ്വാസം ഇതൊക്കെ ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതും അവർ കഴിക്കില്ല. അതായത് ഹിന്ദുവിന് ഹലാലായ കാര്യം മുസ്ലിം കഴിക്കില്ല, മുസ്ലിമിന് ഹറാമാണ്, അത് കഴിക്കില്ല. അപ്പോൾ അവരുടെ ഹലാലായ സാധനം നമ്മൾ ഹിന്ദുക്കൾ എന്തിനു കഴിക്കണം? അപ്പോൾ അത്രയുള്ള കാര്യം, അത്രേ യോഗി ആദിത്യനാഥും ചിന്തിച്ചുള്ളൂ. അതായത് അതുകൊണ്ടാണ് ഇവരെ പൂർണ്ണമായി മാറ്റി നിർത്തണം എന്നൊരാവശ്യം അഖാഡ പരിഷത്ത് മുന്നോട്ട് വെച്ചത്. അത് യോഗി ആദിത്യനാഥിന് കറക്റ്റായിട്ട് അറിയാം, ഇവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് യോഗി തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഒരു വലിയ വിവാദം പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കുംഭമേള എന്ന് പറയുന്ന കുംഭമേളയ്ക്ക് ഏകദേശം 40 കോടി ആൾക്കാർ പങ്കെടുക്കും. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് നെറ്റി ചുളിക്കുന്നുണ്ട്. 40 കോടി ആൾക്കാർക്ക് ശരിക്കും വരും. കഴിഞ്ഞ വർഷത്തെ കുംഭമേള, അർദ്ധ കുംഭമേള നടന്നിരുന്നു. അതിന് ഏകദേശം എത്ര ആൾക്കാർ പങ്കെടുത്തിരുന്നു എന്ന് ശരിക്കും നിങ്ങൾക്ക് നെറ്റിലടിച്ച് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത്രയും ഏകദേശം 140 രാജ്യത്തു നിന്ന് ആൾക്കാർ ഇവിടെ വരും. ഇത് ഇന്നലെ വന്ന റിപ്പോർട്ട് പ്രകാരം മുൻ ആപ്പിൾ CEO സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യയും അവരുടെ മക്കളൊക്കെ ഇവിടെ കുംഭമേളയിൽ വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത്രത്തോളം ഒരു പരമപ്രധാനമായ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഉത്തർപ്രദേശ് സർക്കാർ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നത് 2 ലക്ഷം കോടി റവന്യൂ ആണ്. 2 ലക്ഷം കോടി കേട്ടോ. 7,000 കോടി ചിലവ് പ്രതീക്ഷിക്കുന്നതിന് 2 ലക്ഷം കോടിയാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യക്ഷമായും പരോക്ഷമായും വരുമാനം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ മേഖലയിൽ നിന്ന് ഇവന്മാരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവന്മാർക്കുണ്ടല്ലോ, ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റാൾ പോലും അനുവദിച്ചില്ല. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുതിയ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ, അതായത് ഞങ്ങൾക്ക് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾ, അതായത് സ്റ്റാളുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ കുംഭമേള കലക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവന്മാർ ആരുടെ കളിക്കുന്ന ഇവന്മാർക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥാണ്, അതായത് അദ്ദേഹം നേരിട്ട് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം ചെയ്തിരിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും. അദ്ദേഹത്തിന് എന്താ പറയുക, ആദ്യം പ്രവൃത്തി പിന്നീടാണ് വാക്ക്. അപ്പോൾ ഇവർക്ക് ഇത്രയും അറിയാം. അതായത് യോഗി ആദിത്യനാഥിനെ നല്ലോണം അവർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്തരത്തിലെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കുംഭമേള കലക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഏകദേശം 2 കോടിയുടെ അടുത്ത് വ്യാജ കറൻസികൾ പിടികൂടി. ഇവന്മാരൊക്കെ അടിച്ച് ഇവന്മാരെ മുട്ടുകാൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. വീൽ ചെയറിൽ ഉത്തർപ്രദേശ് പോലീസ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സീൻ ദേശീയ മാധ്യമങ്ങളൊക്കെ എല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം എല്ലാ ചാനലും റിപ്പോർട്ട് ചെയ്തിരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ ദേശീയ ചാനൽ, ഇന്ത്യൻ എക്സ്പ്രസും, ടൈംസ് ഓഫ് ഇന്ത്യ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ
മാധ്യമങ്ങളൊന്നും അത് കണ്ടില്ല എന്ന് അടിച്ചു. പക്ഷേ കാര്യം ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയുള്ള ഒരു വാർത്തയും അവർ റിപ്പോർട്ട് ചെയ്യില്ല. അതായത് നമുക്കറിയാം ഇവിടെ തന്നെ STPക്ക് എതിരായ വാർത്ത ഞങ്ങൾ ചെയ്യില്ല, അത് BJPക്ക് അനുകൂലമാകുമെന്ന് പറഞ്ഞ ഒരു പ്രമുഖ ചാനലിലെ വാർത്താ അവതാരകയുള്ളൊരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ മാലവരെ? അപ്പോൾ ഇത്തരത്തിലെ വാർത്തകളൊന്നും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇവർ വെല്ലുവിളിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് സ്റ്റാളുകൾ അനുവദിച്ചില്ലെങ്കിൽ കുംഭമേള കലക്കുന്നില്ല. അപ്പോൾ യോഗി ആദിത്യനാഥ് കൊടുത്ത മറുപടി, അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്ക്. അത്രയ്ക്ക് ധൈര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് യോഗി ആദിത്യനാഥ്. അപ്പോൾ യോഗി ആദിത്യനാഥ് ഇവന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. യോഗി ആദിത്യനാഥിൻ്റെ ഒരു സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവന്മാരൊക്കെ എൻകൗണ്ടറിൽ തീർക്കും. ഇതൊക്കെ കലക്കാൻ എന്തെങ്കിലും ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കള്ളനോട്ടുമായിട്ട് വന്ന ആൾക്കാരെ അടിച്ച് മുട്ടുകാല് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് അങ്ങനത്തെ വീഡിയോ ഫൂട്ടേജ് ഒന്നും പുറത്തു വരില്ല. പക്ഷേ നാലാൾ കാണണം എന്നുള്ള രീതിയിൽ തന്നെയാണ് യോഗി ആദിത്യനാഥ് മീഡിയയുടെ എല്ലാവർക്കും കറക്റ്റ് കാണിച്ചു കൊടുത്തു. പോലീസുകാരിങ്ങനെ വീൽ ചെയറിൽ കൊണ്ടുവന്നേ. അപ്പോൾ അതൊരു മെസ്സേജാണ്. അതായത് ഇതൊരു ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനി എന്തെങ്കിലും തരികിട കാണിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ബുൾഡോസർ ഇല്ലെങ്കിൽ അരിപ്പയാക്കി കളയും, എൻകൗണ്ടറിൽ തീർത്ത് കളയും. അതാണ് യോഗി. അപ്പോൾ ഇവരെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആദ്യം ഇത്തരത്തിൽ ഒരു വിഭാഗം മുസ്ലിംസ് യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ചത് കുംഭമേള കലക്കും എന്ന് പറയുന്നത്. അത് അവരെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വരുമാനം വരുമ്പോണ്ടല്ലോ ഇവരെ ഇതിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയാണ്. എല്ലാ മേഖലയിലും, അതായത് ഹോട്ടൽസ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതിലും ഇവരെ ഒരു സാന്നിധ്യം ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. അതിന് എന്താ പറയുക, അതിൽ ശരിക്കും അവരാകെ കുരുപൊട്ടിയിരിക്കുകയാണെന്ന് വെച്ചാൽ ഇവന്മാരുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. വേണ്ടാത്തതിനും യോഗി പണ്ടേ വാൺ ചെയ്തതാണ്, നിങ്ങൾ ഭക്ഷണത്തിലും ഇതിലും എല്ലാത്തിലും നിങ്ങൾ ഹലാൽ കടത്തില്ലേ, നിങ്ങൾ മതം കടത്തി വിടല്ലേ. അപ്പോൾ ഇവരൊക്കെ അന്ന് യോഗിയെ കളിയാക്കുകയും തെറിവിളിക്കുകയും ചെയ്തിരുന്നു. ഇത് ഞങ്ങളുടെ മതപരമായ ആചാരമാണ്, ഇത് ചെയ്യാനുള്ള ഒരു റൈറ്റ് നിങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഏതൊക്കെയോ എന്താ പറയുക ഭരണഘടനയിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ കുറേ അലമ്പുണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ പണി തിരിച്ചു കിട്ടിയപ്പോൾ ഉണ്ടപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. യോഗി പറഞ്ഞിരിക്കും അവിടെ ഒരു സുഡാപ്പിയും അവിടെ കാണണ്ട, ആ ഏരിയയിൽ വരണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അത് ലംഘിച്ച് ഒരുത്തന്നെ ആ ഏരിയയിൽ പ്രവേശിച്ചിട്ട് അവൻ്റെ പരിപ്പിളക്കും, അവനെ എന്താ പറയുക തീർത്ത് കളയും. അത്രയേ ഉള്ളൂ. UP പോലീസിനെ അറിയാലോ, പോലീസ് ഇവന്മാരൊക്കെ ഇത്തരം ആൾക്കാരെ, തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരെ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ഐഡിയ ഉണ്ടാവില്ല. നമുക്കറിയാലോ ഉത്തർപ്രദേശ് എന്താ പറയുക ഭയങ്കര ഫേമസ് ആയത് യോഗി ഭരണത്തിനേറിയ ശേഷം ഇത്തരം ക്രിമിനലുകളെ വെടിവെച്ച് കൊല്ലുക, ഈ പോലീസ് ജീപ്പ് മറിഞ്ഞ് എന്താ പറയുക പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടുന്നതിൽ വെടിയേറ്റ് മരിക്കുക, ഇതൊക്കെ ഒരു ചെറിയ തുക്കട നമ്പറാണ് UP പോലീസിൻ്റെ. എന്ന് വെച്ചാൽ അവന്മാർ തീർക്കുക, അത്ര മതി. ഇവന്മാർക്ക് ഇങ്ങനെ തീർക്കണം. എന്തിനാണ് തീറ്റിപ്പോട്ടേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ ജനങ്ങൾ അടക്കുന്ന ടാക്സ് ഉപയോഗിച്ച് ഇവന്മാർ ജയിലിൽ കിടത്തി തീറ്റിപ്പോട്ടി തടിച്ച് കൊടുത്ത് ഇങ്ങനെ ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ എൻകൗണ്ടറിൽ തീർക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവന്മാരിങ്ങനെ മൊത്തത്തിൽ കലിപ്പായിരിക്കുകയാണ് കുംഭമേള കലക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഇവന്മാർക്ക് എന്തിൻ്റെ ആവശ്യമാണ്? ഇവിടെ കേരളത്തിലെ സുഡാപ്പികൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി എന്താ പറയുക അവിടുത്തെ എല്ലാ ആചാരങ്ങളും ഒരു അണുവിട തെറ്റാതെ അവിടുത്തെ നിയമം അനുസരിക്കും. അവിടുത്തെ ഇവന്മാർക്ക് ഗൾഫിലൊക്കെ പോയിട്ട് അവിടെ എന്തെങ്കിലും എന്താ പറയുക അവിടുത്തെ ആചാരം വരുമ്പോൾ ഇവർക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പറ്റുമോ, അതിനെതിരെ പ്രതികരിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഇവിടെ അവന്മാർക്ക് എല്ലാം ചെയ്യാം. പക്ഷേ അറബി നാട്ടിലോ മറ്റൊരു മുസ്ലിം നാട്ടിലോ പോയി കഴിഞ്ഞാൽ അവന്മാർ ഇതൊക്കെ ചെയ്യും. അപ്പോൾ യോഗി ആദിത്യനാഥ് പറയാണ്, നിങ്ങൾക്ക് മറ്റൊരു മുസ്ലിം രാജ്യത്ത് പോയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു കുറിപ്പിടാൻ പറ്റുമോ? സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഇടാൻ പറ്റില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തല വെട്ടുവന്മാർ. അപ്പോൾ ഇതേ ഇത്തരം നിയമങ്ങൾ അന്യരാജ്യത്ത് പോയി അനുസരിക്കുന്ന ആൾക്കാർ, അണുവിട തെറ്റാതെ അനുസരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ പറയാണ് കുംഭമേള ഞങ്ങൾ കലക്കുന്നു. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു യോഗി, ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അതായത് എന്താ പറയണ്ടത്, ഒറ്റത്തന്തൊക്കെ പറഞ്ഞവന്മാരാണ് ചെയ്ത് കാണിക്കട എന്നുള്ള രീതിയിൽ തന്നെയാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി പറയാതെ തന്നെ ഇവിടെ എൻകൗണ്ടറും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്തരം വാക്കുകൾ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും, അതുക്കും മേലെ ആയിരിക്കും. നമുക്ക് ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അതിൻ്റെ കോൺസിക്വൻസ്. അപ്പോൾ നോക്കി കണ്ട് കളിച്ചു വന്നൊരു വാണിങ് യോഗിയും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാം, ഏകദേശം ഒരു ദിവസം, അതായത് നാളെയാണ് കുംഭമേള തുടങ്ങുന്നത്. ഇവന്മാർ എന്തെങ്കിലും അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ, ഈ ഒരു മാസക്കാലം എന്തെങ്കിലും അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ പണി പാളുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.